ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആധ്യാത്മിക വിളവെടുപ്പ് കാലമെന്നാണ് വലിയ നോമ്പിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നോമ്പൊക്കെ എന്തിനാ? 5 വർഷത്തോളം ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ ബിഷപ്പ് ഹൗസിൽ അരമനയിൽ ഉണ്ടായിരുന്നതാണ്. അന്ന് നോമ്പെടുത്ത് വളരെ മടുത്തു പോയിട്ടുണ്ട്. എല്ലാ നോമ്പും അരമനയിൽ ഉണ്ടായിരുന്നു. 3 നോമ്പ്, 8 നോമ്പ്, 15 നോമ്പ്, 25 നോമ്പ്, 50 നോമ്പ്. ഇതിനൊക്കെ പുറമെ എല്ലാ വെള്ളിയാഴ്ചയും നോമ്പ്, എല്ലാ ബുധനാഴ്ചയും നോമ്പ്. വല്ലാതെ മടുത്തുപോയ ഒരു കാലമായിരുന്നു. അന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ നോമ്പെല്ലാം? ഈ നോമ്പ് കൊണ്ട് നമുക്കെന്താണ് മെച്ചം? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാ കൃപകളും സ്വീകരിക്കുന്നത്, എല്ലാ കഴിവുകളും സ്വന്തമാക്കുന്നത് നിരന്തരമായ പരിശീലനത്തിലൂടെയാണ്. ഒരു സംശയവുമില്ല. പഠിക്കാനുള്ള കഴിവ്, പാടാനുള്ള കഴിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, നൃത്തം ചെയ്യാനുള്ള കഴിവ്, ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം നിരന്തരമായ പരിശീലനത്തിലൂടെയാണ് ഒരാൾ അഭ്യസിച്ച് സ്വന്തമാക്കുന്നത്. കഴിവെല്ലാം തരുന്നത് ദൈവമാണ്. ആ കഴിവ് നമ്മുടേതാക്കി മാറ്റുന്നത് നമ്മൾ ദൈവം തരുന്ന കഴിവിനെ നിരന്തരമായി പരിശ്രമത്തിലൂടെ, പരിശീലനത്തിലൂടെ സ്വന്തമാക്കുമ്പോഴാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ് ആത്മനിയന്ത്രണത്തിനുള്ള കഴിവാണ്. ആത്മനിയന്ത്രണത്തിനുള്ള കഴിവ്. ഈ ആത്മനിയന്ത്രണത്തിനുള്ള കഴിവ് ഒരുവൻ സ്വന്തമാക്കാൻ തിരുസഭ നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു പരിശീലനമാണ് വലിയ നോമ്പ്. വലിയ നോമ്പ് മാത്രമല്ല, എല്ലാ നോമ്പും പരിശീലനം തന്നെയാണ്. നോമ്പിൽ നമ്മൾ എന്താ ചെയ്യുക? അനുവദനീയമായ ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പരിശീലിക്കുകയാണ്. അനുവദനീയമായ ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പരിശീലിക്കുക ഒരാൾക്ക് മാത്രമേ അനുവദനീയമല്ലാത്ത സന്തോഷങ്ങൾക്കുള്ള പ്രലോഭനങ്ങൾ മുൻപിൽ വരുമ്പോഴും വേണ്ട എന്ന് വെക്കാൻ കഴിയൂ. അനുവദനീയമായ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, ഒരു വിനോദയാത്ര പോകുന്നത്, നല്ലൊരു മൂവി കാണുന്നത്, ഇതെല്ലാം അനുവദനീയമായ സന്തോഷങ്ങളാണ്. ഇത്തരം ചില കാര്യങ്ങൾ നിശ്ചിത കാലത്തേക്ക് വേണ്ട എന്ന് വെച്ച് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ അനുവദനീയമല്ലാത്ത സന്തോഷങ്ങൾ, അതെന്താണെന്ന് ഞാൻ വ്യക്തമാക്കേണ്ടതില്ല, അനുവദനീയമല്ലാത്ത സന്തോഷങ്ങൾക്കുള്ള പ്രലോഭനങ്ങൾ എമ്പാടും ഉണ്ടാകുമ്പോൾ വേണ്ട എന്ന് വെക്കണമെങ്കിൽ അനുവദനീയമായ സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് പരിശീലിച്ച ഒരാൾ ആയിരിക്കേണ്ടതുണ്ട്. തിരുസഭയാകുന്ന അമ്മ തൻ്റെ മക്കൾക്ക് ഈ പരിശീലനം നൽകുകയാണ് നോമ്പിൻ്റെ അനുഷ്ഠാന വിധികളിലൂടെ. അതുകൊണ്ട് നമുക്ക് നോമ്പിനെ ഇഷ്ടപ്പെടാം. ഇഷ്ടത്തോടെ ഇതിനെ ആശ്ലേഷിക്കുമ്പോൾ നോമ്പൊരിക്കലും ഭാരമല്ല, മറിച്ച് അവസരമാണ്. ദൈവോന്മുഖരാകാനുള്ള അവസരം, ദൈവത്തിൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ യാത്ര കുറേ കൂടെ സുഗമമാകാനുള്ള അവസരം. നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ വിസ്മരിച്ച് നമ്മളുടെ തന്നെ സ്വാഭാവിക ചിന്തകളെയോ സ്വാഭാവിക പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാതെ ദൈവോന്മുഖരാകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തെ മറക്കാതിരിക്കാൻ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ വലിയ നോമ്പ് ആശംസിക്കുന്നു.